നിങ്ങളുടെ സാന്നിധ്യം ആരും ശ്രദ്ധിക്കുന്നില്ലെന്ന് നിങ്ങൾക്കെപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഒരു കൂട്ടം ആളുകൾക്കിടയിൽ നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ സുഹൃത്തുക്കൾക്കിടയിലോ ഓഫീസിലോ, നിങ്ങളുടെ വാക്കുകൾക്ക് ആരും വില കൽപ്പിക്കുന്നില്ലെന്നും നിങ്ങളെ ആരും ഗൗരവമായി എടുക്കുന്നില്ലെന്നും തോന്നിയിട്ടുണ്ടോ? ഏറ്റവും വേദനിപ്പിക്കുന്ന ഒരവസ്ഥയാണിത്. നമ്മൾ സ്നേഹിക്കുന്നവർ, അല്ലെങ്കിൽ നമ്മൾ ബഹുമാനിക്കുന്നവർ നമ്മളെ അവഗണിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ മാനസിക സംഘർഷം വളരെ വലുതാണ്. എന്തുകൊണ്ടാണ് ചില ആളുകൾക്ക് മാത്രം എല്ലായിടത്തും വലിയ ബഹുമാനവും സ്വീകാര്യതയും ലഭിക്കുന്നത്, എന്നാൽ മറ്റു ചിലർ എത്ര കഷ്ടപ്പെട്ടാലും എത്ര നന്മ ചെയ്താലും അവർക്ക് അർഹിക്കുന്ന വില കിട്ടുന്നില്ല? ഇതൊരു ഭാഗ്യത്തിന്റെ കളിയാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. ഇത് പൂർണ്ണമായും നിങ്ങളുടെ പെരുമാറ്റത്തെയും നിങ്ങളെത്തന്നെ എങ്ങനെ മറ്റുള്ളവർക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നു എന്നതിനെയും ആശ്രയിച്ചിരിക്കുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ തന്ത്രജ്ഞനായ ആചാര്യ ചാണക്യൻ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഇതിനുള്ള മറുപടി നൽകിയിട്ടുണ്ട്. ഒരു സാധാരണ മനുഷ്യനെ രാജാവാക്കി മാറ്റാൻ കഴിവുള്ള തന്ത്രങ്ങൾ മെനഞ്ഞ ചാണക്യൻ ഒരു മനുഷ്യന്റെ സ്വന്തം വില എങ്ങനെ വർദ്ധിപ്പിക്കാം എന്നതിനെക്കുറിച്ച് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ചാണക്യനീതിയിൽ നിന്നും ആധുനിക മനഃശാസ്ത്രത്തിൽ നിന്നും അടർത്തിയെടുത്ത 7 സുപ്രധാന ശീലങ്ങളെക്കുറിച്ചാണ്. ഈ 7 കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടപ്പിലാക്കാൻ തുടങ്ങിയാൽ നിങ്ങളെ അവഗണിച്ചവർ തന്നെ നിങ്ങളെ തേടിവരും. നിങ്ങളുടെ വില എന്താണെന്ന് ഈ ലോകം തിരിച്ചറിയും. നമ്മുടെ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു ചെറിയ കാര്യം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. കാരണം നല്ല കാര്യങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങളെപ്പോലെയുള്ളവരിലേക്ക് ഈ വീഡിയോ എത്താൻ അത് സഹായിക്കും. ഇനി നമുക്ക് ആ 7 ശീലങ്ങൾ ഓരോന്നായി പരിശോധിക്കാം. ആദ്യത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ നിയമം ഇതാണ്: എപ്പോഴും എല്ലാവർക്കും വേണ്ടി ലഭ്യമാകാതിരിക്കുക. നമ്മൾ വിചാരിക്കുന്നത് എല്ലാവരോടും എപ്പോഴും ചിരിച്ച് സംസാരിച്ച് അവർ വിളിക്കുമ്പോഴൊക്കെ ഓടിച്ചെന്ന് അവർ പറയുന്നതെന്തും ചെയ്താൽ അവർക്ക് നമ്മളോട് സ്നേഹവും ബഹുമാനവും കൂടുമെന്നാണ്. എന്നാൽ സത്യമതല്ല. ചാണക്യൻ പറയുന്നു, അമിതമായ അടുപ്പം ബഹുമാനം കുറയ്ക്കുമെന്ന്. ഒന്ന് ആലോചിച്ചു നോക്കൂ. നമുക്ക് ചുറ്റും സുലഭമായി ലഭിക്കുന്ന വായുവിനോ വെള്ളത്തിനോ നമ്മൾ വലിയ വില കൊടുക്കാറുണ്ടോ? എന്നാൽ വല്ലപ്പോഴും മാത്രം ലഭിക്കുന്ന സ്വർണത്തിനോ വജ്രത്തിനോ നമ്മൾ വലിയ വില കൊടുക്കുന്നു. എന്തുകൊണ്ടാണ്? കാരണം അത് ലഭിക്കാൻ പ്രയാസമാണ്. നിങ്ങൾ എപ്പോഴും സമ്മതം പറയുന്ന, എപ്പോഴും ഫ്രീ ആയിട്ടുള്ള ഒരാളാണെങ്കിൽ മറ്റുള്ളവർ നിങ്ങളുടെ സമയത്തിന് ഒരു വിലയും കൽപ്പിക്കില്ല. അവനെ എപ്പോൾ വിളിച്ചാലും കിട്ടും, അവന് വേറെ പണിയൊന്നുമില്ല എന്ന ചിന്താഗതി മറ്റുള്ളവരിൽ ഉണ്ടാക്കാൻ മാത്രമേ അത് സഹായിക്കൂ. ഇതിനർത്ഥം നിങ്ങൾ അഹങ്കാരിയാകണം എന്നല്ല, മറിച്ച് നിങ്ങളുടെ സമയത്തിന് നിങ്ങൾ തന്നെ വിലയിടണം. നിങ്ങൾക്കൊരു ലക്ഷ്യമുണ്ടെന്നും ആ ലക്ഷ്യത്തിനു വേണ്ടിയാണ് നിങ്ങൾ സമയം ചെലവഴിക്കുന്നതെന്നും മറ്റുള്ളവർക്ക് തോന്നണം. ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് അല്ല എന്ന് പറയാൻ പഠിക്കുക. നിങ്ങൾ തിരക്കുള്ളവരാണെന്ന് മറ്റുള്ളവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുക. ഓർക്കുക, നിങ്ങൾ നിങ്ങളെത്തന്നെ ബഹുമാനിച്ചു തുടങ്ങിയാൽ മാത്രമേ ലോകം നിങ്ങളെ ബഹുമാനിക്കുകയുള്ളൂ. എപ്പോഴും ലഭ്യമാകുന്ന ഉപ്പിന് അടുക്കളയിൽ വലിയ വിലയില്ല, എന്നാൽ അത് ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുമ്പോഴാണ് രുചി കൂടുന്നത്. നിങ്ങളുടെ സാന്നിധ്യവും അതുപോലെയാകണം. അത് ലഭിക്കാൻ മറ്റുള്ളവർ ആഗ്രഹിക്കണം. ചാണക്യൻ പറയുന്നു, നിങ്ങളുടെ ഉള്ളിലെ ചിന്തകളും പ്ലാനുകളും മറ്റുള്ളവരോട് വിളിച്ചു പറയാതിരിക്കുക. വിലയില്ലാത്ത ആളുകൾക്കുള്ള ഒരു വലിയ പോരായ്മയാണ് വാചാലത. കണ്ടുമുട്ടുന്നവരോടൊക്കെ സ്വന്തം ജീവിതത്തിലെ സങ്കടങ്ങളും പ്ലാനുകളും രഹസ്യങ്ങളും തുറന്നു പറയുന്ന ശീലം നിങ്ങൾക്കുണ്ടോ? എങ്കിൽ ഇന്നുതന്നെ അത് നിർത്തുക. തുറന്ന പുസ്തകം പോലെയാകരുത് ജീവിതം. ഒരു പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൽ കൗതുകമൊന്നും ബാക്കിയില്ല. ആളുകൾ അത് മൂലക്കിടും. എന്നാൽ ഇനിയും എന്തൊക്കെയോ അറിയാനുണ്ട് എന്ന തോന്നൽ മറ്റുള്ളവരിൽ നിലനിർത്താൻ നിങ്ങൾക്ക് കഴിയണം. ഇതിനെയാണ് നിഗൂഢത എന്ന് പറയുന്നത്. നിങ്ങളെല്ലാം തുറന്നു പറയുമ്പോൾ, ഒന്ന്, നിങ്ങളുടെ ശത്രുക്കൾക്ക് നിങ്ങളെ തോൽപ്പിക്കാൻ ആയുധം കൊടുക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നത്. 2, ആളുകൾക്ക് നിങ്ങളിലുള്ള താൽപ്പര്യം നഷ്ടപ്പെടുന്നു. കുറച്ചുമാത്രം സംസാരിക്കുക. ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം പറയുക. നിങ്ങൾ സംസാരിക്കുമ്പോൾ അതിൽ അർത്ഥമുണ്ടാകണം. കൂടുതൽ സംസാരിക്കുന്നവരേക്കാൾ കൂടുതൽ കേൾക്കുന്നവരെയാണ് സമൂഹം ബുദ്ധിമാന്മാരായി കാണുന്നത്. നിങ്ങൾ മിണ്ടാതിരിക്കുമ്പോൾ മറ്റുള്ളവർക്ക് അറിയില്ല നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നതെന്ന്. ആ അനിശ്ചിതത്വം നിങ്ങളെക്കുറിച്ച് ബഹുമാനമുണ്ടാക്കും. ഒരു പാമ്പ് വിഷമില്ലാത്തതാണെങ്കിൽ പോലും വിഷമുള്ളതുപോലെ പത്തി വിടർത്തണമെന്ന് ചാണക്യൻ പറയുന്നു. അതിന്റെ അർത്ഥം നിങ്ങളുടെ ദൗർബല്യങ്ങൾ പുറത്തു കാണിക്കാതെ ശക്തമായി നിലകൊള്ളണമെന്നാണ്. നിങ്ങളുടെ രൂപമോ പണമോ കുടുംബപ്പേരോ ഒന്നുമല്ല യഥാർത്ഥത്തിൽ നിങ്ങളുടെ വില നിശ്ചയിക്കുന്നത്. അത് നിങ്ങളുടെ അറിവാണ്. ചാണക്യൻ പണ്ഡിതനായിരുന്നു. കാണാൻ ഭംഗിയില്ലാത്ത ദരിദ്രനായ ഒരു ബ്രാഹ്മണൻ. പക്ഷേ വലിയ ചക്രവർത്തിമാർ പോലും അദ്ദേഹത്തിന്റെ കാൽക്കൽ വീണു വണങ്ങി. കാരണം അദ്ദേഹത്തിന്റെ തലച്ചോറായിരുന്നു. ഇന്നത്തെ കാലത്ത് അറിവില്ലാത്തവന് വിലയില്ല. നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ അല്ലെങ്കിൽ നിങ്ങൾ ജീവിക്കുന്ന മേഖലയിൽ ഏറ്റവും പുതിയ കാര്യങ്ങൾ പഠിക്കാൻ തയ്യാറാകുക. അപ്ഡേറ്റ് ചെയ്യപ്പെടാത്ത ഫോൺ പോലെയാകരുത് നിങ്ങളുടെ ജീവിതം. കാലഹരണപ്പെട്ട ഒന്നിനും മാർക്കറ്റിൽ വിലയുണ്ടാകില്ല. നിങ്ങൾ സംസാരിക്കുമ്പോൾ അതിൽ അറിവിന്റെ അംശമുണ്ടാകണം. വിവരമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് തർക്കിക്കാൻ പോകാതിരിക്കുക. എന്നാൽ അറിയാവുന്ന കാര്യങ്ങൾ വ്യക്തതയോടെ അവതരിപ്പിക്കുക. നിങ്ങളൊരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ചുറ്റുമുള്ളവർ ശ്രദ്ധിച്ചു കേൾക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങളുടെ വില വർദ്ധിച്ചു എന്നാണ്. പുസ്തകങ്ങൾ വായിക്കുക, പുതിയ കഴിവുകൾ പഠിക്കുക. അറിവാർക്കും മോഷ്ടിക്കാൻ കഴിയാത്ത സമ്പത്താണ്. അത് നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും. ആ ആത്മവിശ്വാസം നിങ്ങളുടെ മുഖത്ത് പ്രതിഫലിക്കും.
അപ്പോൾ സ്വാഭാവികമായും ആളുകൾ നിങ്ങളെ ബഹുമാനിക്കാൻ തുടങ്ങും. ആശ്രിതത്വമാണ് നിങ്ങളുടെ വില കളയുന്ന മറ്റൊരു കാര്യം. സാമ്പത്തികമായോ വൈകാരികമായോ മറ്റൊരാളെ അമിതമായി ആശ്രയിക്കുന്ന വ്യക്തിക്ക് ഒരിക്കലും തലയുയർത്തി നിൽക്കാൻ കഴിയില്ല. സൂര്യൻ ആരെയും ആശ്രയിക്കുന്നില്ല, അതുകൊണ്ട് ലോകം മുഴുവൻ സൂര്യനെ നോക്കുന്നു. എന്നാൽ ചന്ദ്രൻ പ്രകാശിക്കാൻ സൂര്യനെ ആശ്രയിക്കുന്നു, അതുകൊണ്ട് സൂര്യനുള്ള സ്ഥാനം ചന്ദ്രനില്ല. സ്വന്തം കാലിൽ നിൽക്കാൻ പഠിക്കുക. ചാണക്യൻ പറയുന്നു, അന്യന്റെ കൈയിലെ പണവും പുസ്തകത്തിലെ വിദ്യയും ആവശ്യമുള്ള സമയത്ത് ഉപകരിക്കില്ല. സ്വന്തമായി സമ്പാദിക്കാൻ കഴിവില്ലാത്തവനെ സമൂഹം പുച്ഛത്തോടെയാണ് കാണുന്നത്. അത് എത്ര ചെറിയ ജോലിയാണെങ്കിലും സ്വന്തം അധ്വാനത്തിൽ ജീവിക്കുന്നവന് ഒരു അന്തസ്സുണ്ട്. അതുപോലെ തന്നെ വൈകാരികമായും ശക്തരാവുക. നിങ്ങളുടെ സന്തോഷത്തിനു വേണ്ടി മറ്റുള്ളവരെ കാത്തിരിക്കരുത്. അവൻ എന്നെ വിളിച്ചില്ല, അവൾ എന്നോട് മിണ്ടിയില്ല എന്ന് പറഞ്ഞ് സങ്കടപ്പെടുന്ന സ്വഭാവം മാറ്റുക. നിങ്ങൾ പൂർണ്ണമാണ്, മറ്റൊരാൾ ഉണ്ടെങ്കിലേ എന്റെ ജീവിതം മുന്നോട്ടു പോകൂ എന്ന ചിന്ത മാറ്റുക. ഒറ്റയ്ക്ക് നിൽക്കാൻ ധൈര്യമുള്ളവരെയാണ് ലോകത്തിനിഷ്ടം. ആ ധൈര്യം നിങ്ങളുടെ വ്യക്തിത്വത്തിനൊരു കാന്തിക ശക്തി നൽകും. പറയുന്ന വാക്ക് പാലിക്കുക. ഇതിലും വലിയൊരു ഗുണം വേറെയില്ല. പലരും വലിയ കാര്യങ്ങൾ പറയും, പക്ഷേ ഒന്നും പ്രാവർത്തികമാക്കില്ല. അങ്ങനെയുള്ളവരെ വാചകമടിക്കാരൻ എന്ന് വിളിച്ച് സമൂഹം മാറ്റി നിർത്തും. ചാണക്യനീതി അനുസരിച്ച് വിശ്വസ്തതയാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ അലങ്കാരം. നിങ്ങളൊരു കാര്യം ചെയ്യാം എന്നേറ്റാൽ അത് ചെയ്തിരിക്കണം. ചെയ്യാൻ കഴിയില്ലെങ്കിൽ അത് തുറന്നു പറയണം. നിങ്ങളുടെ പ്രവൃത്തികളായിരിക്കണം സംസാരിക്കേണ്ടത്, നിങ്ങളുടെ വായ ആകരുത്. നിങ്ങൾ വിജയിച്ചു കാണിക്കുമ്പോൾ വിമർശിച്ചവരുടെ വായ താനെ അടഞ്ഞോളും. ഞാനത് ചെയ്യും, ഇത് ചെയ്യും എന്ന് വിളിച്ചു കൂവാതെ നിശബ്ദമായി അധ്വാനിച്ച് വിജയം കൊണ്ട് മറുപടി നൽകുക. വിശ്വസിക്കാൻ കൊള്ളാത്തവന് ആരും വില കൊടുക്കില്ല. നിങ്ങളുടെ വാക്കിന് പണത്തേക്കാൾ വിലയുണ്ടെന്ന് മറ്റുള്ളവർക്ക് തോന്നണം. ആ ഒരു വിശ്വാസം നേടിയെടുത്താൽ പിന്നെ നിങ്ങൾ എന്തു പറഞ്ഞാലും ആളുകൾ അതനുസരിക്കും. നിങ്ങൾക്ക് ഈ ആശയങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഈ വീഡിയോയിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത്. ഞാൻ വിലപ്പെട്ടതാണ് എന്ന് കമന്റ് ചെയ്ത് നിങ്ങളുടെ ആത്മവിശ്വാസം രേഖപ്പെടുത്തൂ. എല്ലാവരെയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കയറിവരാനും നിങ്ങളെ വേദനിപ്പിക്കാനും അനുവദിക്കരുത്. വീടിന് മതിൽ കെട്ടുന്നതുപോലെ മനസ്സിനും വ്യക്തിത്വത്തിനും ഒരു അതിര് വേണം. ചില ആളുകളുണ്ട്, തമാശ എന്ന പേരിൽ നിങ്ങളെ കളിയാക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങളിൽ അനാവശ്യമായി ഇടപെടും. ഇതിനെതിരെ പ്രതികരിക്കാതിരിക്കുന്നത് ക്ഷമയല്ല, മറിച്ച് ഭീരുത്വമാണ്. നിങ്ങളെ ബഹുമാനിക്കാത്തവരോട് അത് ആരുതന്നെയായാലും ഇത് എനിക്കിഷ്ടമല്ല എന്ന് മുഖത്തു നോക്കി പറയാനുള്ള ആർജവം കാണിക്കണം. നിങ്ങൾ എന്ത് സഹിക്കുന്നുവോ അത് തുടർന്നുകൊണ്ടേയിരിക്കും. ഒരാൾ നിങ്ങളോട് മോശമായി പെരുമാറുമ്പോൾ നിങ്ങൾ ചിരിച്ചുകൊണ്ടത് സഹിച്ചാൽ നിങ്ങൾ അവർക്ക് നൽകുന്ന സന്ദേശം എന്നെ എന്തു വേണമെങ്കിലും ചെയ്തോളൂ, ഞാൻ പ്രതികരിക്കില്ല എന്നാണ്. ചാണക്യൻ കണിശക്കാരനായിരുന്നു. ബഹുമാനമർഹിക്കുന്നവർക്ക് അത് നൽകാനും അല്ലാത്തവരെ അകറ്റി നിർത്താനും അദ്ദേഹത്തിനറിയാമായിരുന്നു. നിങ്ങളുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന ഒരു ബന്ധവും ഒരു ജോലിയും ഒരു സാഹചര്യവും വച്ചുപൊറുപ്പിക്കരുത്. അല്ല എന്നത് ഒരു പൂർണ്ണമായ വാചകമാണ്. ആവശ്യമുള്ളിടത്ത് അത് ഉപയോഗിക്കുക. അവസാനമായി, വളരെ ലളിതമെന്ന് തോന്നാവുന്ന എന്നാൽ വളരെ പ്രധാനപ്പെട്ട കാര്യം, നിങ്ങളുടെ പുറമോടി. ഉള്ളിൽ സ്വർണമാണെങ്കിലും അത് പൊതിഞ്ഞിരിക്കുന്നത് വൃത്തികെട്ട കടലാസിലാണെങ്കിൽ ആരും അത് തുറന്നു നോക്കില്ല. പുറമോടി കണ്ട് വിലയിരുത്തരുത് എന്ന് നമ്മൾ പറയാറുണ്ടെങ്കിലും മനുഷ്യന്റെ മനഃശാസ്ത്രം അങ്ങനെയല്ല പ്രവർത്തിക്കുന്നത്. ആദ്യത്തെ 5 സെക്കൻഡിൽ ഒരാൾ നിങ്ങളെക്കുറിച്ച് ഒരു അഭിപ്രായം രൂപീകരിക്കും. ഇതിനർത്ഥം നിങ്ങൾ വില കൂടിയ ബ്രാൻഡഡ് വസ്ത്രങ്ങൾ ധരിക്കണം എന്നല്ല, മറിച്ച് ധരിക്കുന്ന വസ്ത്രം വൃത്തിയുള്ളതും നിങ്ങളുടെ ശരീരത്തിന് ഇണങ്ങുന്നതുമായിരിക്കണം. അതുപോലെ തന്നെ പ്രധാനമാണ് നിങ്ങളുടെ ശരീരഭാഷ. നടക്കുമ്പോൾ തലയുയർത്തി നട്ടെല്ല് നിവർത്തി നടക്കുക. സംസാരിക്കുമ്പോൾ മറ്റുള്ളവരുടെ കണ്ണുകളിൽ നോക്കി സംസാരിക്കുക. തോളുകൾ തൂക്കിയിട്ട് തളർന്നു നടക്കുന്നവനെ ആരും വിശ്വസിക്കില്ല. ഒരു രാജാവിനെപ്പോലെ നടക്കുക, അല്ലെങ്കിൽ രാജാവ് ആരായാലും എനിക്കൊന്നുമില്ല എന്ന ഭാവത്തിൽ നടക്കുക. നിങ്ങളുടെ നടപ്പിലും ഇരിപ്പിലും ഒരു ഊർജ്ജമുണ്ടായിരിക്കണം. നിങ്ങൾ നിങ്ങളെത്തന്നെ എങ്ങനെ പരിചരിക്കുന്നു എന്നത് നിങ്ങൾക്ക് നിങ്ങളോടുള്ള ബഹുമാനത്തെയാണ് കാണിക്കുന്നത്. സ്വന്തം ശരീരത്തെ ബഹുമാനിക്കാത്തവനെ മറ്റുള്ളവരും ബഹുമാനിക്കില്ല. സുഹൃത്തുക്കളെ, ചാണക്യൻ പറഞ്ഞ ഈ 7 കാര്യങ്ങൾ അമിതമായി ലഭ്യമാകാതിരിക്കുക, നിശബ്ദത പാലിക്കുക, അറിവ് നേടുക, സ്വന്തം കാലിൽ നിൽക്കുക, വാക്കും പ്രവൃത്തിയും ഒന്നാകുക, അതിരുകൾ നിശ്ചയിക്കുക, നല്ല വസ്ത്രധാരണവും പെരുമാറ്റവും ശീലിക്കുക, ഇവ ഒറ്റ രാത്രി കൊണ്ട് മാറ്റാൻ കഴിയില്ലായിരിക്കാം. പക്ഷേ ഇന്നു മുതൽ, ഇപ്പോൾ മുതൽ നിങ്ങൾ ഇതിൽ ഓരോന്നും ശ്രദ്ധിക്കാൻ തുടങ്ങിയാൽ ഉറപ്പിച്ചു പറയാം, നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കണ്ടു തുടങ്ങും. ഇന്നലെ വരെ നിങ്ങളെ പുച്ഛിച്ചവരുടെ നോട്ടത്തിൽ മാറ്റം വരും. ഓർക്കുക, നിങ്ങളുടെ വില നിശ്ചയിക്കാനുള്ള ടാഗ് മറ്റുള്ളവരുടെ കയ്യിലല്ല, അത് നിങ്ങളുടെ കയ്യിലാണ്. നിങ്ങൾ വിലയിട്ടാൽ മാത്രമേ മറ്റുള്ളവർ അത് വാങ്ങൂ. സ്വയം വില കുറച്ച് കാണുന്നത് നിർത്തുക. നിങ്ങളൊരു അത്ഭുതമാണ്. ആ ബോധ്യം നിങ്ങൾക്കുണ്ടായാൽ മതി, ലോകം അത് ഏറ്റെടുത്തോളും. ഈ വീഡിയോ നിങ്ങൾക്ക് ഒരു പുതിയ വെളിച്ചം നൽകി എന്ന് വിശ്വസിക്കുന്നു. ഈ അറിവ് മറ്റുള്ളവർക്കും ഉപകാരപ്പെടാൻ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.